മറ്റു വാർത്തകളിലേക്ക് പോയാൽ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU നേതാക്കളെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇന്ന് ഉത്തരവിറങ്ങും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആലപ്പുഴ MLA AD തോമസ് അടക്കമുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരൊക്കെയായിരിക്കും അന്വേഷണ സംഘത്തിലുള്ളത് എന്നത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു ഉത്തരവിറങ്ങുമെന്നാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ദിവ്യ, അതായത് നവകേരള യാത്ര, ആ നവകേരള യാത്രയ്ക്കിടയിലാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായത്. നിലവിൽ ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസ്, ഒപ്പം തന്നെ ജിബിൻ കുര്യാക്കോസ്, അജയ് കുര്യാക്കോസ് എന്നിവർക്കെതിരെയാണ് മാരകമായ ആക്രമണം ഉണ്ടായത് അന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്ന 2 ഉദ്യോഗസ്ഥർ അവർ തന്നെ നേരിട്ടെത്തി ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. ആ കേസ് നിലവിൽ കോടതിയിലെത്തിയ ഘട്ടത്തിൽ അതിൽ തെളിവില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. എന്നാൽ അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഉണ്ട് എന്ന് കാണിച്ച് വീണ്ടും പ്രോസിക്യൂഷനെതിരെ പ്രതിഭാഗം പരാതി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണം വേണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടത്. ആ കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇന്നലെ ഒരു പുനരന്വേഷണത്തിനായുള്ള തീരുമാനം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് നിലവിലെന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ സർക്കാർ പോകുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആ കാര്യം ഇന്നലെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് അതിന്റെ ഉത്തരവിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉത്തരവ് ഇറങ്ങുന്നതോടുകൂടി അതിൽ ഒരു പുനരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്. 2 പേർക്കും, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കൂടിയായിട്ടുള്ള അനിൽകുമാറും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ നടപടിയും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കടുത്ത നടപടിയിലേക്കും കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തീകരിക്കാനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോലീസ് സേനയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു അക്രമം, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്, അവരാണ് അത് തടയേണ്ടത്. പക്ഷേ ഗൺമാൻമാർ എന്നുള്ള നിലയിൽ, ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്നുള്ള നിലയിൽ അവർ തന്നെ നേരിട്ട് ഇറങ്ങി ഈ 2 KSU നേതാക്കളായിരുന്ന നിലവിലെ MLA AD തോമസിനെയും KSU നേതാവിനെയും ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ മലയാളികളെല്ലാം കണ്ടതാണ്. പക്ഷേ തെളിവില്ല എന്നുള്ളതായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിനെ എതിരെയാണ് നിലവിൽ കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണത്തിന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും അക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള തീരുമാനം ഇന്നലെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്നെന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള ഉത്തരവിറങ്ങി. എന്തായാലും ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അങ്ങനെയൊരു തീരുമാനമെടുത്ത് തുടർ നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് ഉറപ്പായും അതിൽ ഗൺമാൻമാർക്കെതിരെ ഒരു ശക്തമായ നടപടി, സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നതിൻ്റെ സൂചന കൂടിയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെയാണ് UD സർക്കാർ, VD സതീശൻ സർക്കാർ ഈ വിഷയത്തെ, ഈ സംഭവത്തെ നോക്കിക്കാണുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി